ഒരു പഴം തന്നെ. ത്രിപിൾ ഉണ്ടോ? ഇല്ല. ഫാൻറ്റ ഉണ്ടോ? ഇല്ല. ഒരു പഴം കൂടെ തരും. സാറേ സമയം എന്തായി? 3:30. 3:30 ആയുള്ളൂ അല്ലേ? പാളയത്തേക്ക് എപ്പോഴാ വണ്ടി? ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എപ്പോ? ഇപ്പൊ ഉണ്ടല്ലേ? അത് ശരി. വർഷങ്ങൾക്ക് മുമ്പ് ഉത്തരേന്ത്യയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഒലിച്ചുപോയി. അതിനിപ്പോ ഞാനെന്ത് വേണം? 12 അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഭാരം എന്നിലായി. അത് ശരി. 4 പേരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ അപേക്ഷ എന്ന് മാരാരാശ്രീ NB വായിച്ചു കഴിഞ്ഞാൽ മടക്കിത്തരാൻ അപേക്ഷ. അവന്റെ അമ്മയുടെ മലവെള്ളപ്പൊക്കം. കാശിലുണ്ടോന്ന് നോക്കട്ടെ. അയ്യോ ഇതെന്തോന്ന്? ഓട്ടയാ? ഇവൻ എന്ത് ദരിദ്രവാസിയാടാ ശവം. അയ്യോ എത്ര പറഞ്ഞാലും കുഞ്ഞാലിക്ക് കേൾക്കത്തില്ല. എന്താ പുതിയ ഷർട്ടുകളിടാത്തെ? മധു കാക്കി ഉടുപ്പിടുന്നത് അവൻ പോലീസ് ഓഫീസർ ആയതുകൊണ്ടാ. എന്റെ ജോലിക്ക് പറ്റിയ വേഷം ഇതാണ്. ഇത്രയും നേരം നീ എനിക്ക് വിളമ്പി തന്നില്ലേ, ഇനി ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എനിക്കറിയാം, ഞാൻ വിളമ്പിത്തില്ല. വേണ്ട വേണ്ട, ഒറ്റയ്ക്ക് വിളമ്പി തിന്നാലേ നീ 2 കഴിയുടെ ചോറ് തിന്നു. തടി കൂടിയാലേ അതിനൊത്ത ചെക്കനെ കിട്ടാൻ പാടാ. അവിടെ ഇരി. നീ അവിടെ ഇരിക്കു വച്ചേ. കൈ കഴിയില്ല കുഞ്ഞാലിക്ക. കൈയൊന്നും കഴുകണ്ട, നിനക്ക് ഞാൻ മാരി തരാം. മാ വിളിച്ചോ. എന്താ ഇന്നലെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് പോയി കളഞ്ഞത്? കാണേണ്ട ആളിനെ കണ്ടു, കാര്യം പറഞ്ഞു, തിരിച്ചു പോന്നു. സേതു കാണേണ്ട ആളിനെ കണ്ടു, പക്ഷേ സേതുവിനെ കാണാൻ കൊതിച്ചിരുന്ന ആളിനെ കണ്ടില്ല. എന്നെ കാണാൻ കൊതിച്ചിരുന്നോ? ആര്? കാണാൻ കൊതിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ വരുമായിരുന്നു. കുഞ്ഞു വീട്ടിലേക്ക് പോകും. കുഞ്ഞെന്നോ? എനിക്ക് സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ജോലിക്ക് പോകാൻ സമയമായി. വരൂ. സേതു, ഒരേ വണ്ടിയുടെ 2 ചക്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പാടില്ല. എനിക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത്രയും കാലം കൊണ്ട് എന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത നീ ഇത്ര പെട്ടെന്ന് നമ്മുടെ മുതലാളി എങ്ങനെ മനസ്സിലാക്കി? മുതലാളിയുമായി തൊഴിലാളി ഒരു നല്ല ബന്ധത്തിൽ തുടരുന്ന തെറ്റാണോ? തെറ്റ് നിന്റെ വിശ്വാസത്തിലാണ്, പ്രവൃത്തിയിലല്ല. എന്നുവെച്ചാൽ തൊഴിലാളികളോട് മധുരമായി സംസാരിച്ചും പ്രതീക്ഷകൾ കൊടുത്തും തന്റെ ചൊൽപ്പടിക്ക് നിർത്തുകയാണ് മുതലാളിമാരുടെ ലക്ഷ്യം. അതിനെ തടയാൻ ഞങ്ങൾക്ക് ശക്തരായ യൂണിയൻ ഉണ്ട്. യൂണിയൻ കൊണ്ട് നിങ്ങൾ ഇന്നുവരെ എന്ത് നേടി? നിന്നെ കൊണ്ട് തൊഴിലാളികളെ ഒന്നായി സംഘടിപ്പിച്ചിട്ട് നിന്നിലൂടെ അവരെ മൊത്തമായി വിലക്കെടുക്കായിരുന്നു നിന്റെ മുതലാളി ചെയ്തത്. പല ആനുകൂല്യങ്ങളും തരാമെന്ന് പറയും, തന്ത്രപരമായി അത് നീട്ടിക്കൊണ്ടുപോയാണ് നിന്റെ മുതലാളി ചെയ്ത ബുദ്ധി. നിനക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നീ ഞങ്ങളുടെ യൂണിയനിൽ ചേരണം. നിന്റെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഈ രാജ്യത്ത് മാന്യമായി ജീവിക്കാൻ വേണ്ടി ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന തൊഴിലാണ് കൂലിപ്പണി. ഞാൻ അത് ചെയ്തോളാം. ഇത് വെള്ളത്തിലും പോകില്ല, കരയിലും പോകില്ല എന്ന് പറയുന്ന പോലെയാണ്. നിന്നോട് ഞാനിപ്പോ തർക്കിക്കുന്നില്ല. അവസരം വരുമ്പോൾ നീ മനസ്സിലായിക്കൊള്ളൂ.
നീ ഇത് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. മാന്യമായി ചോദിച്ചാൽ ഡാഡി തരില്ലെന്ന് എനിക്കറിയാം. എന്റെ ആവശ്യം പണമില്ലാതെ ഞാൻ കുഴയുകയാണ്. നീ ചോദിക്കുമ്പോൾ പണം വാരി തരാൻ എന്റെ കയ്യിൽ നോട്ടെടുക്കുന്ന യന്ത്രമൊന്നുമില്ല. നീ കാരണം എനിക്ക് തലയുയർത്തി നടക്കാൻ വയ്യാതെ. ഡാഡി വളർന്നത് പാവപ്പെട്ട ചായക്കടക്കാരൻ രാമുവിന്റെ മകനായിട്ടാണ്. ഞാൻ ശേഖർ മുതലാളിയുടെ മകനാണ്. എനിക്ക് എന്റേതായ ചെലവുകളുണ്ട്. ഇറങ്ങടാ വിളി. ഡാഡി, നീ എന്റെ മകനല്ലടാ. ഇന്നു മുതൽ ഈ വീടിനകത്ത് കാലൂത്തരുത്. ഇറങ്ങടാ വിളി. ഡാഡി ഇറങ്ങാനാ പറഞ്ഞത്. ഈ സത്യം പറ, ഇത് ഹോട്ടൽ തന്നെയാണോ? ക്ഷമിക്കണം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇരിക്കണം. സാറിന് എന്താ വേണ്ടേ? കാപ്പി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ വില? 2 രൂപ. 2 രൂപയോ? 2 രൂപയ്ക്ക് 4 കിലോ കത്തിരിക്ക വാങ്ങാം. 4 ദിവസം സാമ്പാർ വയ്ക്കാം. എനിക്കൊരു ഐസ്ക്രീം തിന്നണോ? ഐസ്ക്രീമാ? അതെല്ലാം ഒന്നും വേണ്ട. വെളിയില പോയിട്ട് നല്ല കപ്പലണ്ടി മുട്ടായി വാങ്ങിത്തരാം. സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു. സ്വാമിയെ ഞാൻ എവിടെയെല്ലാം തിരക്കി. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് രൂപ വേണം. അതൊരു ചിന്ന കാര്യം. അത് നമുക്ക് വീട്ടിൽ പോയി ശരിയാക്കാം. അതിനേക്കാളും ഒരു പെരിയ കാര്യം ഇവിടെ വൈഫിന് ഐസ്ക്രീം തിന്നണം. എന്റെ കയ്യിലാണെങ്കിൽ പൈസ അല്പം കുറവാണ്. അത്രേ ഉള്ളൂ. സ്വാമിയും ഭാര്യയും ആവശ്യമുള്ളതെല്ലാം കഴിച്ചു. ബില്ല് ഞാൻ പേ ചെയ്തോളാം. പോരെ? മതി മതി. കുഞ്ഞാലിക്ക ഒന്ന് വേഗം വാ, ബസ് അങ്ങ് പോവും. ആ, എന്റെ പൊന്നു പെങ്ങള് കിടന്ന് പിടയ്ക്കാതെ ബസ്സൊന്നും പോകത്തില്ല. ഞാൻ താമസിച്ചു കുഞ്ഞാലിക്ക. ഞാൻ കാരണം കുഞ്ഞാലിക്കയുടെ ജോലി കൂടി മുടങ്ങി. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ കൂട്ടുകാരികളുടെ കൂടെ പോവാം. അതൊന്നും പറ്റുകയല്ല കുഞ്ഞെ. നിന്നെ കെട്ടിച്ചയക്കുന്നവരെ ഇതൊക്കെ എന്റെ ജോലിയാ. നടക്ക്. ആ, മിസ്റ്റർ മധു വരൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. ഇരിക്കൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് മിസ്റ്റർ മധുവിനെ വിളിപ്പിച്ചത്. എന്താ സാർ? പുതിയ തലമുറയിലെ വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ് മിസ്റ്റർ മധു എന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. IG ഇന്നലെയും നിങ്ങളെപ്പറ്റി എന്നോട് സംസാരിച്ചു. ബൈ ദ വേ മിസ്റ്റർ മധു, നഗരത്തിൽ വലിയൊരു കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികളിലും കർണാടകത്തിലേക്ക് പോകുന്ന ലോറികളുമായാണ് പ്രധാനമായി സാധനങ്ങൾ കൈമാറുന്നത്. കുറ്റവാളികളുടെ ലിസ്റ്റും ഫോട്ടോകളും അടങ്ങുന്ന ആൽബം തമിഴ്നാട്ടിൽ നിന്നും കിട്ടാനുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഞാൻ തരാം. സാർ, ഐ ഷൽ ബി ഫെയ്ത്ത്ഫുൾ ആൻഡ് സിൻസിയർ ടു മൈ വർക്ക്. I have the best faith on you. Best of luck, Mr. Madhu. Okay. ദേ, ഒരു സഹായം ചെയ്യും. ഇത് എന്റെ മോന്റെ മേൽവിലാസ. ഇത് എവിടെയാന്ന് ഒന്ന് പറയോ? അറിഞ്ഞൂടല്ലോ. അയാളുടെ ചോദിച്ചാ പറഞ്ഞുതരും. ദേ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഞാൻ പട്ടണത്തിൽ ആദ്യമായിട്ട് വരിക. എന്റെ മോനെ കണ്ടുപിടിക്കാതെ എനിക്ക് തിരിച്ചു നാട്ടിൽ പോകാൻ പറ്റില്ല. ആരാ നിങ്ങളുടെ മോൻ? കഴിഞ്ഞ മാസം ഒഴിച്ച് എല്ലാ മാസവും അവൻ പണം അയക്കുമായിരുന്നു. ഉള്ളതെല്ലാം വിറ്റാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. അവന്റെ അച്ഛൻ ഇപ്പൊ തളർവാദം പിടിച്ച് കിടക്കയില്ല. ഏതോ വലിയ ആഫീസിലാ അവന് ജോലി. അമ്മ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. വരൂ, അങ്ങോട്ട് പോവാം.